ഇതൊരു കടയ്ക്കലെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം ഈ പ്രദേശത്തുള്ള ഒരു 200 മീറ്റർ 300 മീറ്റർ വീടുകളിലെല്ലാം ഇതിൻ്റെ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും ഉഗ്ര സ്ഫോടനമുള്ള ഈ സ്ഫോടക വസ്തുക്കൾ ബോംബ് എന്ന് ആണോ എന്താണ് വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. എങ്ങനെ ഇവിടെ വന്നു, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അന്വേഷിക്കേണ്ടതാണ്. കാരണം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള കടയ്ക്കൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അത് ഗുരുതരമായ പോലീസ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാണ് ഇങ്ങനെ ഒരു സാധനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എക്സ്പ്ലോസീവ് ആക്റ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിന് നിർവീര്യമാക്കുന്നതിന് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്, റൂളുണ്ട്. ആ റൂളൊന്നും പാലിക്കാതെ ഈ സ്ഫോടക വസ്തുക്കൾ ഇവിടെ കുഴിച്ചിട്ടു, അശാസ്ത്രീയമായി കുഴിച്ചിട്ടു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് അറിയത്തില്ല. ഇനി ഇവിടെ എന്തെങ്കിലും സംഘർഷവും മറ്റുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചത്, അതല്ല ഇനി നിയമവിരുദ്ധമായിട്ട് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണോ പിടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. പിന്നെ കടയ്ക്കലെ സംബന്ധിച്ചിടത്തോളം ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2-3 അക്രമ സംഭവങ്ങൾ ഇതിനിടയിൽ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പ് പന്തളമുക്കിൽ ഒരു പയ്യനെ വെട്ടിക്കൊന്നു, വെട്ടിയും കുത്തിയും കൊന്നു. പിന്നെ അതുപോലെ ഈ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ്റെ പരിധി വരുന്ന കുരിയോട് ഒരു ഹോട്ടൽ ഉടമയെ ഒരാൾ കുത്തിക്കൊന്നു. അപ്പം ക്രമസമാധാനം തന്നെ പാലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ 2 പോലീസ് സ്റ്റേഷനിലും നടക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഇവിടെ ധാരാളം കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത്, ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അവരുടെ കുട്ടികൾ ഇവിടെയാണ് കളിക്കുന്നത്. 1 മിനിറ്റ് മുമ്പ് ആ കുട്ടികൾ മാറുകയാണ് ചെയ്തത്. ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം കൃത്യമായി ഇതിനകത്ത് പോലീസിന് ഇതുണ്ട്, അതുപോലെ ഗവൺമെൻറ്റിനും ഉത്തരവാദിത്തമുണ്ട്. കാരണം പോലീസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആണല്ലോ. ആ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. അതിനെ അന്വേഷിച്ച് നടപടിയെടുക്കണം. ഈ നാശനഷ്ടമുണ്ടായ സംഭവങ്ങൾ മനസ്സിലാക്കണം. ഈ ക്വാർട്ടേഴ്സിൽ എത്രയോ വർഷമായി മെയിൻ്റെനൻസ് ചെയ്യാത്ത ഒരു ക്വാർട്ടേഴ്സാണ്. വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച ആർക്കും മനസ്സിലാവും ഇത്രയും ദയനീയമായിട്ടുള്ളൊരു ക്വാർട്ടേഴ്സ് കാണുന്നത്. ഒന്ന് ചടയമംഗലത്ത് ഇതുപോലെ ഒരു സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇല്ല. മറ്റ് ജീവനക്കാർക്ക് താമസിക്കുന്ന പോലീസിൻ്റെ ഒരു സ്റ്റാഫ് ക്വാർട്ടേഴ്സേ ഉള്ളൂ. അവിടെ നമ്മൾ നോക്കുമ്പോഴറിയാം അവിടുത്തെ ഒരു ദയനീയ അവസ്ഥ. അതിന് പ്രോപ്പറായ മെയിൻ്റെനൻസ് നടക്കുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ എല്ലാം ഉത്തരവാദികൾ ആരാണ്? അത് ഈ വകുപ്പും ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ് സത്വരമായ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. തൊട്ടടുത്ത വീടുകൾ ഉൾപ്പെടെ ഈ സംഭവത്തിൽ ഈ ഇൻസിഡൻറ്റിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭയവിഹുലരായിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് ഈ കോട്ടയത്ത് താമസിക്കുന്ന ആൾക്കാർക്കാർക്കും ഒരു സമാധാനമില്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്.